ഹായ് ഓൾ. സോ ഇന്ന് നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ആ ഒരു മൊമെൻ്റ് തന്നെ കണ്ടില്ലേ, നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ ഒരു ഓപ്ഷൻ ബയ്യറിന് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് അല്ലായിരുന്നു താഴോട്ടുള്ളത്. ഒരു സിക്സ് ആക്ക് മൊമെൻ്റ് ആയിരുന്നു. നമ്മൾ ട്രേഡ് കയറിയാൽ തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് തിരടിയൊക്കെ അടിച്ച് നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ വെറുതെ ട്രേഡ് കയറി ഇരുന്നിട്ട് ഇന്ന് അത് താഴോട്ടും പോകുന്നില്ല, മുകളിലോട്ടും പോകുന്നില്ല. ഒരു സൈഡ് വേസ് ടു ഡൗൺ ആയിരുന്നു ഇന്ന് മൊമെൻറ്റ്. ഓക്കെ, അതായിരുന്നു ഞാൻ മെയിനൊരു കാരണം ട്രേഡ് എടുക്കാതിരുന്നത്. രണ്ടാമത് നമുക്ക് 25,900 താഴെ ഒരു ഡൗൺ മൂവ്മെൻറ്റ് പോകുമെന്ന് എനിക്കും അറിയായിരുന്നു ഒബ്വിയസ്ലി. പിന്നെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഓൾറെഡി ഡൗൺ ആണെല്ലാം. രൂപയുടെ മൂല്യം കുറയുന്നത് അതൊരു മെയിൻ റീസണാണ്. നമ്മുടെ മാർക്കറ്റ് ഫാളാകാനുള്ള FII സെല്ലിങ്ങിൻ്റെ ഒരു മെയിൻ റീസണാണ്, ഒരു കാരണമാണ് മാർക്കറ്റ് ഫാളാവാനുള്ള. സോ 25,900 മുകളിലുള്ള മാർക്കറ്റ് ഇനി വരുന്നവരെ വി സ്റ്റിൽ ഹോൾഡ്. അതല്ല, നാളെ ഡേ ലോഡ് താഴെ പോവുകയാണെങ്കിൽ നമുക്ക് ചാറ്റിൽ നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ലെറ്റ്സ് ഗോ. ഞാൻ ഓൾറെഡി ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ലെവൽസൊക്കെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നാളെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഈ ലോയുടെ താഴെ മാർക്കറ്റ് നാളെ ഈ ലോയുടെ താഴെ വരികയാണെങ്കിൽ, ഇന്നത്തെ ഡേ ലോയുടെ താഴെ വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 25,768 ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് 25,000 ഈ ലോ 700 ആൻഡ് 25,694. ഓക്കെ, അതല്ല നാളെ മാർക്കറ്റ് ഈ റേഞ്ചിലാണ് നാളെ നിൽക്കുന്നെങ്കിൽ നാളെ നമുക്ക് നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. ഇത് നോ ട്രേഡിംഗ് ഏരിയ ആണ്. നാളെ മാർക്കറ്റ് 25,895, അതായത് 25,900 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിയിലോട്ട് പോകാം. 25,978 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാം. സോ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ ഇത് തന്നെയാണ്. ഈ ലോയുടെ താഴെ നമ്മൾ ബിയറിഷും ഈ ഏരിയയിൽ നമ്മൾ ഒരു സൈഡ് വേസും, ഇതിൻ്റെ മുകളിൽ നമ്മൾ ബുള്ളിഷും ആയിരിക്കും. ഓക്കെ, ഓവറോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഹൈ ടൈം ഫ്രെയിമിൽ ഇപ്പോഴും സ്റ്റിൽ ബുള്ളിഷാണ്. ബട്ട് ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് ചെറിയ ഒരു അപ്പ് ഡൗൺ കാണിക്കുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നാളെ എന്താണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അതനുസരിച്ച് നാളെ ട്രേഡ് എടുക്കത്തുള്ളൂ. ഇത് ഇപ്പം ഓഫ് ലൈൻ മാർക്കറ്റിലെ നമ്മുടെ പ്ലാനാണ്. ഓക്കെ, നാളത്തെ കറണ്ട് എന്തെങ്കിലും വ്യൂ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ചാനൽ ആൻഡ് ബി ഡിസിപ്ലിൻ വിത്ത് യുവർ ട്രേഡിംഗ്. ഓക്കെ, എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് നല്ല കൺഫെഷനായിട്ടൊരു മൂവ് കിട്ടുന്ന ദിവസം മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നാളത്തെ വ്യൂ. ഓക്കെ, 25,832 ബിലോ വി ആർ ഇൻ ബിയറിഷ് ഫോർ എ ഷോർട്ട് മൂവ്, ഒരു 1% റിസ്കിലൊക്കെ. 25,900 മുകളിൽ വി ആർ ഇൻ ബുള്ളിഷ് അപ് ടു 25,978, ഒരു 78.22. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. നാളെ വീണ്ടും കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.